ഹലോ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ ഈ റെക്കോർഡ് സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ക്ലാസ് പിക്നോഗൊണീഡയെ കുറിച്ചിട്ടാണ്. സോ ക്ലാസ് പിക്നോഗൊണീഡ എന്ന് പറയുന്നത് ഫൈലം ആർത്രോപോഡയിലെ സബ് ഫൈലം ചെലിസറേറ്റയിലെ ഒരു ക്ലാസ്സാണ് ക്ലാസ് പിക്നോഗൊണീഡ. നൗ ദേ കോമൺലി നോൺ ആസ് സീ സ്പൈഡേഴ്സ്. അപ്പോൾ കാണുമ്പോൾ ഏകദേശം ഒരു സ്പൈഡറിൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലേ. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കടലിലുള്ള സ്പൈഡർ എന്ന് തന്നെ ഒരിക്കലും വിചാരിക്കരുത്. നമുക്കറിയാവുന്ന ഇതുപോലത്തെ സിമിലർ നെയിമുള്ള വേറെ ഓർഗാനിസംസ് ആണ് ഹോഴ്സ് ആൻഡ് സീ ഹോഴ്സ്. നമുക്കറിയാം ഹോഴ്സ് ആൻഡ് സീ ഹോഴ്സ് ദേ ബോത്ത് ബിലോങ് ടു ഫൈലം കോഡേറ്റ. ബട്ട് ഫൈലം കോഡേറ്റയിൽ തന്നെ രണ്ട് ക്ലാസ്സസിൽ വരുന്നതാണ് ഹോഴ്സ് ആൻഡ് സീ ഹോഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഒരു മീനിൻ്റെ വകഭേദവും വേറൊന്നൊരു മാമലുമാണ് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പോൾ അത്രയും തന്നെ വ്യത്യാസം സ്പൈഡേഴ്സും ഈ സീ സ്പൈഡേഴ്സും തമ്മിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ദേ ലുക്ക് അലൈക്ക് എന്നുള്ള കാര്യം മാത്രം, ഏകദേശം ഒരു സാമ്യം ഉണ്ടെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക. ആൻഡ് ദേ ഓൾസോ കം അണ്ടർ ദ സെയിം ഫൈലം. ഓക്കെ, സോ ദേ ആർ എക്സ്ക്ലൂസീവ്ലി മറീൻ. നമുക്ക് കടലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇവരെ. ആൻഡ് ദേ ആർ മോസ്റ്റ്ലി ബെന്തിക് ഓർഗാനിസം. അടിത്തട്ടിൽ കാണുന്നവരാണ് മെയിൻലി സീ സ്പൈഡേഴ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് പെലാജിക് എന്ന് വെച്ചാൽ തുറന്ന കടലിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ മെയിൻലി ദേ ആർ ബെന്തിക് ഓർഗാനിസംസ്. ആൻഡ് വാട്ട് ഡു ദേ ഫീഡ് ഓൺ എന്ന് ചോദിച്ചാൽ, നൗ ദേ ഫീഡ് ഓൺ സ്മോൾ ഓർഗാനിസംസ് ലൈക്ക് സെസൈൽ, ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സീ അനിമോൺ, സ്പോഞ്ച്, അങ്ങനത്തെ സോഫ്റ്റ് ബോഡീഡ് ഓർഗാനിസത്തിൽ ഫീഡ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ് ഈ സീ സ്പൈഡേഴ്സ്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം സീ സ്പൈഡേഴ്സ് ഇങ്ങനൊരു പ്രൊബോസസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറുണ്ട്. ഈ ഒരു പ്രൊബോസസ് തുമ്പിക്കൈ പോലത്തെ ഒരു സ്ട്രക്ചർ ഇത് വെച്ചിട്ടാണ് അവർ ഈ സോഫ്റ്റ് ബോഡീഡ് ഓർഗാനിസത്തിൽ ഫീഡ് ചെയ്യണത്. നമുക്ക് ചില സീ സ്പൈഡേഴ്സിനെ കമൻഷ്യലായിട്ടും അല്ലെങ്കിൽ എക്ടോ പാരസൈറ്റും അത് ഇൻവെർട്ടിബ്രേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എല്ലാ കടലിൽ കാണാൻ പറ്റുന്നതാണ് സീ സ്പൈഡേഴ്സ്. നൗ ദേ വെരി സ്മോൾ ഇൻ സൈസ്, ലൈക്ക് 1 to 10 millimeter ലെങ്ത്തേ ഉള്ളൂ. അപ്പം മേ ബി പോളാർ സ്പീഷീസ് കുറച്ചും കൂടി വലുതാണെങ്കിലും നമുക്ക് വളരെ 1 to 10 millimeter അല്ലെങ്കിൽ 1 centimeter വലുപ്പത്തിലുള്ള വളരെ കുഞ്ഞു ഓർഗാനിസംസ് ആണ് ഇവർ. അപ്പോൾ ഇവർക്ക് അതുകൊണ്ട് തന്നെ ഇവർ എക്ടോ പാരസൈറ്റായിട്ട് ജീവിക്കുന്നതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലേ. നൗ കമ്മിങ് ഓൺ ടു സം അതർ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഇവർ ബോഡി, ഹൗ ദ ബോഡി ഈസ് ഡിവൈഡഡ്, എത്ര ബോഡി എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ, നൗ ദ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്പൈഡറിനെ പോലെ തന്നെയാണ് ഒരു പ്രോസോമ ആൻഡ് ഒപ്പിസ്തോസോമ ഉണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു ഹെഡ് ആൻഡ് തൊറാക്സ് വരുന്ന സെഫലോതൊറാക്സും ഒരു അബ്ഡമനുമാണ് ഉള്ളത്. നൗ ഇപ്പോൾ ഇവരുടെ യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ദേ ഹാവ് ഗോട്ട് എ പ്രൊബോസിസ്. അപ്പം ഇവർക്ക് ദേ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പ്രൊബോസിസ് എന്ന് പറഞ്ഞ തുമ്പിക്കൈ പോലത്തെ സ്ട്രക്ചറുണ്ട്, വിച്ച് ചെലിസറേറ്റിൽ നമ്മൾ കാണാത്ത സ്ട്രക്ചറാണ്. പ്രൊബോസിസ് ഉണ്ട്. ആൻഡ് നൗ ദിസ് പ്രൊബോസിസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ് ഹെൽപ്സ് ദം ടു സക്ക് ഫ്ലൂയിഡ് ഫ്രം ഇറ്റ്സ് പ്രേ. അവരുടെ പ്രേയിൽ നിന്ന്, സോഫ്റ്റ് ബോഡീഡ് പ്രേയിൽ നിന്നും ജ്യൂസസ്, ബോഡി ഫ്ലൂയിഡ്സ് സക്ക് ചെയ്യാനായിട്ട് ഇവരെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ദേ ഹാവ് ഗോട്ട് അനദർ സ്ട്രക്ചർ കോൾഡ് ട്യൂബിക്കിൾ. നോക്കിയേ, ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ സീ സ്പൈഡേഴ്സിലൊക്കെ ഒരു പ്രൊട്രൂബറൻസ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ കാണുന്നുണ്ടോ? നൗ ദിസ് പ്രൊജക്ഷനെയാണ് ട്യൂബിക്കിൾ എന്ന് പറയുന്നത്. ഈ ട്യൂബിക്കിളിലാണ് സീ സ്പൈഡറിൻ്റെ ഐസ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഓസിക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ ട്യൂബിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചറുണ്ട് സീ സ്പൈഡറിന്. പിന്നെ എന്ത് സ്ട്രക്ചറാണ്, പ്രൊബോസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഈ ട്യൂബിക്കിളിനാണ് 4 ഐസിനെ കാണാൻ പറ്റും. നൗ ഇവർക്ക് ലൈക്ക് ചെലിസറേറ്റയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും, ഇവർക്ക് ആൻറ്റിന്യൂൾ, ആൻറ്റിനെ, മാൻഡിബിൾസ് ഇതൊന്നും ഇല്ല. അതിന് പകരം ഇവർക്ക് എന്തുണ്ട്, a pair of ചെലിസറേ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് പെയർ ഓഫ് ചെലിസറി ഉണ്ട്, പെയർ ഓഫ് പെരിപാൽപ്പ്. പിന്നെ നമുക്ക് എന്താ കാണാൻ പറ്റുക, പിന്നെ ദേ ഹാവ് ഗോട്ട് ആൻ എക്സ്ക്ലൂസീവ് അപ്പൻഡേജ്. ഇവർക്ക് മാത്രമുള്ളൊരു എക്സ്ക്ലൂസീവ് അപ്പൻഡേജ് ഉണ്ട്. നൗ ആ എക്സ്ക്ലൂസീവ് അപ്പൻഡേജ് നിങ്ങൾ ഈ കാണുന്നത്. നൗ ദാറ്റ് എക്സ്ക്ലൂസീവ് അപ്പൻഡേജ് ഇസ് നോൺ ആസ് ഓവിജം. അപ്പോൾ ഇവർക്ക് മാത്രം എന്തുണ്ട്, ഇവിടെ കണ്ടോ ഒരു ചെറിയ എക്സ്ക്ലൂസീവായിട്ട് ഇവർക്കൊരു അപ്പൻഡേജ് ഉണ്ട്. ആ എക്സ്ക്ലൂസീവ് അപ്പൻഡേജ് ഉണ്ട് ഈ കാണുന്ന ഈ എക്സ്ക്ലൂസീവ് അപ്പൻഡേജ്, ഇവിടെ താഴെ കാണുന്ന ഒരു എക്സ്ക്ലൂസീവായിട്ട് പെയർ ഓഫ് അപ്പൻഡേജ് ഉണ്ട് സെഫാലോതൊറാക്സ് റീജിയനിൽ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓവിജേഴ്സ് എന്ന് വിളിക്കും. പിന്നെ ഓവിജേഴ്സ് എന്ന് വിളിക്കാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ, മെയിൽസിൽ ഈ ഓവിജേഴ്സ് മുട്ട സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എനിവേസ് ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ മെയിൻലി മെയിൽസിൽ അത് മുട്ട സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്. എങ്കിലും ഫീമെയിൽസിലും മെയിൽസിലും ഉള്ള ഒരു അപ്പൻഡേജ് തന്നെയാണ് ഓവിജേഴ്സ്. ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ
സെൽഫ് ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അപ്പൻഡേജ് യൂസ് ചെയ്യുന്നതെങ്കിലും ആൺ സീ സ്പൈഡേഴ്സ് മുട്ട ഇതുപോലെ മുട്ട ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കാണുന്നതുകൊണ്ടാണ്, ഈ ഒരു അപ്പൻഡേജിൽ മുട്ട കൊണ്ട് നടക്കുന്നത് കാണുന്നതുകൊണ്ടാണ് നമ്മളിവരെ ഓവിജേഴ്സ് എന്ന പേര് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഏതൊക്കെ അപ്പൻഡേജാണുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെലിസറി ഉണ്ട്, പിഡിപാൽപ്പ് ഉണ്ട്, എക്സ്ട്രാ ഒരു ഓവിജർ ഉണ്ട്. ഇനി അതല്ലാതെ നമുക്ക് നേരത്തെ ചെലിസറേറ്റയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാനും പറ്റും? ലോങ് വാക്കിംഗ് ലെഗ്സും കാണാൻ പറ്റും. 4 pairs ഓഫ് വാക്കിംഗ് ലെഗ്സ് ഇവർക്കുണ്ട്. നൗ ഇവർ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് എ സെപ്പറേറ്റ് റെസ്പിറേറ്ററി സിസ്റ്റം ഒന്നും ഇവർക്കില്ല. ഇവർക്ക് ബോഡി സർഫസിലൂടെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്. ഒരു പ്രത്യേക എക്സ്ക്രീറ്ററി സിസ്റ്റവും ഇല്ല. അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം വളരെ റെഡ്യൂസ്ഡ് ആണ്. ആൻഡ് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അതും കുറച്ച് റെഡ്യൂസ്ഡ് ആണ് കേട്ടോ. ഒരു സിമ്പിൾ ബ്രെയിനും 2 വെൻട്രൽ നെർവ് കോഡും ഉള്ളൂ. ഗൊണാഡ്സ് എന്ന് പറയുന്ന അവരുടെ പ്രോസോമയിലാണ് ഇരിക്കുന്നത്. അതിങ്ങനെ ലെഗ് ക്യാവിറ്റിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് മെയിൻലി എന്താ പറയുന്നത്, ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സർക്കുലേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എക്സ്ക്രീഷന് വേണ്ടിയും ബോഡിയിലോട്ട് എല്ലാ കാര്യങ്ങളും എത്തിക്കുന്നത്, റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ബോഡിയിലോട്ട് എല്ലാ കാര്യങ്ങളും എത്തിക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഞാൻ ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മെയിൽ ആൻഡ് ഫീമെയിൽസ് ഉണ്ട്. ആൻഡ് കോഡ്ഷിപ്പ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ നമുക്കിപ്പോൾ ഇല്ല. ബട്ട് ഇവർ രണ്ടുപേരും മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ദേ റിലീസ് ദെയർ egg into the environment, and അവിടെ ഫെർട്ടിലൈസേഷന് ശേഷം ദിസ് മെയിൽ ഇറ്റ് കളക്ട്സ് ഓൾ ദി എഗ്സിനെ എല്ലാം കൂടെ കളക്ട് ചെയ്യും. ഒരു സ്റ്റിക്കി ഫ്ലൂയിഡ് അപ്പോൾ മെയിൽ ഉണ്ടാക്കും. അത് വെച്ചിട്ട് ഈ മുട്ടകളെല്ലാം കളക്ട് ചെയ്ത് ബോൾ പോലെ ആക്കിയിട്ട് അവരുടെ ഓവിജേഴ്സിൽ സൂക്ഷിച്ച് വയ്ക്കും. ആൻഡ് ദേ ടേക്ക് കെയർ ഓഫ് ദി എഗ്സ്. അപ്പോൾ ആണുങ്ങളാണ് ഈ സീ ഹോഴ്സിനെ പോലെ തന്നെ ഇവിടെയും മെയിൽ സീ സ്പൈഡേഴ്സാണ് മുട്ടേനെ സൂക്ഷിച്ച് വെക്കുന്നത്. ആൻഡ് ഈവൻ ആഫ്റ്റർ ഡെവലപ്പ് എഗ്ഗ് ഹാച്ച് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നാൾ ഈ പറയുന്ന മെയിൽ സീ സ്പൈഡർ തന്നെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. ആഫ്റ്റർ ഹാച്ചിങ് ഇവരുടെ ലാവേനെ വിളിക്കുന്നത് പ്രോട്ടോനിംഫ് എന്നാണ്. ആൻഡ് മെറ്റാമോർഫോസിസ് കഴിഞ്ഞിട്ടാണ് അഡൾട്ട് ആകുന്നത്. സോ ഇത്രയാണ് സീ സ്പൈഡേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. സോ താങ്ക് യു.